എല്ലാവർക്കും നമസ്കാരം. പരീക്ഷാകാലാണല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയും ആൻസൈറ്റി, പ്രഷർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. കാരണം എല്ലാ കുട്ടികളും പഠിക്കാനും അതിൻ്റെ പ്രിപ്പറേഷൻസ്, എക്സാംസ്, കാര്യങ്ങൾ, ടീച്ചേഴ്സ്, പാരൻസ് എല്ലാവരും ഭയങ്കര ഒരു മുൾമുനയിൽ നിൽക്കുന്ന സമയമാണ് ഈ മാർച്ച്, ഏപ്രിൽ അല്ലെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മോഡൽ എക്സാം കാര്യങ്ങൾ, അതിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് പറയാനായിട്ട് വരണത്. നമ്മൾ വെൻ യു ഫീൽ ആൻസൈറ്റി അബൌട്ട് എക്സാംസ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ഗ്രേഡ് എന്ന് പറയുന്നതിന് ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ആ ഒരു സ്കൂൾ ജീവിതത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, ആ ഒരു സ്കൂൾ ഗ്രേഡ്സ് വെച്ചിട്ടാണ് നമ്മളെ അളക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി നമ്മളെ അളക്കുന്നത് അല്ലേ. എപ്പോഴും കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+ മേടിക്കണം, അല്ലെങ്കിൽ ആ ഒരു 90 സംതിങ് മാർക്ക് മേടിക്കണം, ഫുള്ള് മേടിക്കണം എന്ന് തുടങ്ങുന്ന ഒരു സാധനം നമ്മൾ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളാണ് പ്രഷർ അനുഭവിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, ടീച്ചേഴ്സും പാരൻസും എല്ലാവരും ഈ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോവുകയാണ് ചെയ്യണത്. നമ്മൾ വിചാരിക്കുന്നത് ആ സ്കൂൾ ഗ്രേഡിൽ അവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ആ ഒരു സ്കൂൾ ഗ്രേഡ് അവൻ എങ്ങനെ കിട്ടുന്നു, അതായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻ പുലർത്തുന്ന നിലവാരം. ആ ഒരു ലൈഫിൽ മൊത്തം ഇപ്പം A+ മേടിക്കുന്നവന് ലൈഫ് മുഴുവൻ A+ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ അങ്ങോട്ട് ലൈഫിൻ്റെ A+ ഗ്രേഡിലേക്ക് അങ്ങോട്ട് ഉയരും എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു സ്കൂൾ ഗ്രേഡ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു ലൈഫ് അളക്കുന്നത്. ഇങ്ങനെയായിരിക്കും എൻ്റെ ലൈഫ്. പഠിത്തത്തിൽ മോശമായ കുട്ടി അവൻ ജീവിതത്തിലും തകർന്നു പോവും, അവൻ ജീവിതത്തിലും മോശമായി പോവും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ വരുത്തുകയാണ് ചെയ്യണത്. പഠനത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളാണ് എപ്പോഴും ജീവിതത്തിലും ഉയരുള്ളൂ എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണ നമ്മൾ എപ്പോഴും കൊടുക്കുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾ നല്ല ജീവിതം അല്ലെങ്കിൽ നല്ല ലൈഫ് അവർ നയിക്കുന്നില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. പഠിക്കാത്ത കുട്ടികൾ, ഏവറേജ് കുട്ടികളാവട്ടെ, ബിലോ ഏവറേജ് കുട്ടികളാവട്ടെ, ഇവരെല്ലാവരും തന്നെ അവർക്ക് വേറെ കഴിവുകൾ ഉണ്ടെങ്കിൽ, അവർക്ക് അവരുടെ ഗിഫ്റ്റ് അവർ കണ്ടെത്തി അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിൽ വളരെ നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഈ ലോകത്ത് എല്ലാവരും പഠിപ്പുകൊണ്ട് മാത്രമായിരിക്കില്ല സക്സസ് ആവുന്നത്. ബിസിനസ്സിൽ സക്സസ് ആവുന്നവരുണ്ടായിരിക്കും, പാട്ട്, ഡാൻസ്, സിനിമാഭിനയം, ആർട്ടിസ്റ്റ്, അങ്ങനെ എന്തൊക്കെ അല്ലേ, കവിത, എന്തൊക്കെ രീതിയിലാണ് ഈ ലോകത്ത് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഒരാൾ പഠിച്ചില്ല അല്ലെങ്കിൽ അവൻ്റെ ഗ്രേഡ് കുറഞ്ഞു പോയി, ഓഫ് കോഴ്സ് പാസ്സാകണം അല്ലേ. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ടെങ്കിൽ അത് വളരെ ഗുണം തന്നെയാണ്. നമ്മുടെ ഒരു സംസ്കാരം അല്ലെങ്കിൽ നമുക്കൊരു എല്ലാത്തിനും പറ്റിയുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു അറിവ്, ഈ പറഞ്ഞ സാധനമൊക്കെ ഉള്ളത് തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് മാത്രമാണ് ലൈഫ്. അവിടെ തോറ്റുപോയാൽ അല്ലെങ്കിൽ അവിടെ ആ ഒരു ഗ്രേഡ് കുറഞ്ഞു പോയാൽ ഞാൻ മോശമായി പോയി എന്ന് പറയുന്ന ഒരു ചിന്ത ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പാരൻസിനോടാണ്. നിങ്ങളുടെ കുട്ടിക്ക് മാർക്ക് ഇത്തിരി കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ അവൻ്റെ എക്സാം ഒന്ന് വിഷമം, അവൻ എത്ര ട്രൈ ചെയ്തിട്ടും അത് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെ കൺവിൻസ് ചെയ്യിപ്പിക്കണം, മോനെ ഇതല്ല ലൈഫ്, ഇത് മാത്രമല്ല ലൈഫ്, നിന്റെ മുമ്പിൽ ഇനിയും അവസരങ്ങൾ വരും, ഈ പരീക്ഷയല്ല, ഇതോടുകൂടെ നിന്റെ ഒരു ജീവിതം അവസാനിക്കുന്നില്ല. ഒരുപാട് ഈ പറഞ്ഞ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. കാരണം പഠിച്ച സാധനങ്ങളൊന്നും വന്നില്ല, തോറ്റു പോകുന്നുള്ള പേടി, റിസൾട്ട് വരുന്നേക്കാൾ മുമ്പ് ജീവൻ എടുക്കുന്ന അവസ്ഥ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പേപ്പറിൽ വായിക്കുന്നതാണ്. അപ്പം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഗ്രേഡ് അല്ല നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നിശ്ചയിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ സക്സസിനെ നിശ്ചയിക്കുന്ന കാര്യം. ഇതെങ്ങനെ മാറ്റർ ആവുന്നത്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു ആഗ്രഹം ഇപ്പം എന്താ, ഡോക്ടറാണ്, എഞ്ചിനീയർ ആവണം, CA പാസ്സാവണം എന്ന് തുടങ്ങുന്ന രീതിയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും, ഓക്കെ എനിക്ക് ഇന്ന മാർക്ക് കിട്ടിയാലാണ് എനിക്ക് ആ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുള്ളൂ, എനിക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇത്ര മാർക്ക് വേണം, ഈ സബ്ജക്റ്റിൽ എനിക്ക് സ്കോർ ചെയ്താലാണ് എനിക്ക് എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായും ആ ഒരു മാർക്ക് അറ്റൈൻ ചെയ്യണം അല്ലെ. അവരുടെ ആ ഒരു മുന്നോട്ടുള്ള അവർക്ക് അറിയാം അവരുടെ ഗോൾ അതാന്നുള്ളത്. അതല്ല, നിങ്ങൾ പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്തവരാണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എന്നാൽ നിങ്ങൾക്ക് വേറെ പാഷൻ ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനേക്കാൾ ഉപരി നിങ്ങൾക്ക് പാട്ട് പാടാൻ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ, സിനിമ അഭിനയം, ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതും ആയിക്കോട്ടെ, ഈ പറഞ്ഞ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖല അതിലേക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം ഇതവിടെ ഇരുന്നോട്ടെ. ഇത് നിങ്ങൾ പഠിക്കുക, ജസ്റ്റ് ഒന്ന് നോക്കുക, എങ്ങനെയൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അല്ലാതെ അത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ അങ്ങനെ വയ്ക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഗിഫ്റ്റ് അതാണ്. നിങ്ങൾക്ക് ആ ഒരു രീതിയായിരിക്കില്ല നിങ്ങൾക്ക് പോകേണ്ടത്. ഇതൊക്കെ പോകേണ്ട രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയായിരിക്കും. ഓക്കെ, അപ്പോൾ
നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു നിങ്ങൾ ഹൗ സ്മാർട്ട് യു ആർ എന്ന് അളക്കുന്നത് നിങ്ങളുടെ ഗ്രേഡ്സ് മാത്രമല്ല. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ 10th മാർക്കോ അല്ലെങ്കിൽ എൻ്റെ +2 മാർക്കോ ഒക്കെ ഇപ്പം ഞാനൊരു ജോബിന് പോയപ്പോഴോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വേറൊരു സ്ഥലത്തൊന്നും എനിക്കത് കാണിക്കേണ്ടി വന്നിട്ടില്ല. ഈ ഒരു ഗ്രേഡ് എന്ന് പറഞ്ഞ സാധനം ഇതാണ് എൻ്റെ മാർക്ക് എന്ന് ആരും നോക്കിയിട്ടില്ല അല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് 10th ഒരു +2 കടക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സ് കിട്ടണമെങ്കിൽ അതപ്പം നോക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ ഈ മാർക്ക് നമുക്ക് ആവശ്യമില്ല. കാരണം ആവശ്യമില്ല എന്നല്ല, ഈ ഒരു മാർക്ക് എന്ന് പറഞ്ഞ സാധനം ആരും നോക്കുന്നില്ല. അത് ഒരു സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അല്ലാതെ നിങ്ങൾക്ക് എത്ര A+ കിട്ടി, നിങ്ങൾ നന്നായി പഠിച്ചിട്ടാണോ മാർക്ക് ചെയ്ത്, നിങ്ങൾ പഠിച്ചിട്ട് മാർക്ക് കിട്ടിയില്ലേ എന്നൊക്കെ ആ ഒരു സമയത്ത് ആൾക്കാർ ചോദിക്കുമായിരിക്കും. ലെറ്റ് ഗോ, അത് അങ്ങനെ പോട്ടെ, ആൾക്കാർ ചോദിക്കണോ. അപ്പോൾ നിങ്ങൾ പറയാം ഓക്കെ എനിക്ക് മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷേ എൻ്റെ പാഷൻ വേറെയാണ്, ഞാൻ ആ ലെവലിലേക്ക് പോയിക്കോളാം, എൻ്റെ ഒരു ലക്ഷ്യം ഇതല്ല. ഓക്കെ എനിക്ക് മാർക്ക് കുറവായിരിക്കാം, എൻ്റെ ലക്ഷ്യം വേറെ ലക്ഷ്യമാണ്, ഞാൻ അതിലേക്ക് പൊക്കോളാം, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിങ്ങളതൊന്ന് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. കൺവിൻസ് ചെയ്യിപ്പിക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ധൈര്യം, കോൺഫിഡൻറ്റ് ഉണ്ടായാൽ മതി. മാത്രമല്ല നിങ്ങളുടെ പാരൻസ്, മാതാപിതാക്കളും ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് പ്രഷർ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക. അവരവരുടേതായ രീതിയിൽ പഠിക്കട്ടെ, അവർ നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്യട്ടെ. മാർക്ക് കിട്ടുകയാണെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുക. അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നറിയുക. കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് ചോദിക്കുക, നിനക്ക് ഇഷ്ടപ്പെട്ടതാണോ നീ പഠിക്കാൻ പോകുന്നത്, അതും ഞങ്ങൾ കമ്പൽ എന്ന് പറയുന്ന സാധനം വേണ്ട. ഇഷ്ടപ്പെട്ടത് കുട്ടികൾ പഠിക്കട്ടെ. അവിടെയാണ് നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ ഉപയോഗമൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. കാരണം അവരുടെ ഇൻറ്റ്യൂഷൻ അവരോട് പറയുന്നുണ്ടായിരിക്കും നിനക്ക് ഇതായിരിക്കും നല്ലത് എന്നുള്ളത്. അപ്പോൾ അവർ ആ വഴിക്ക് അങ്ങോട്ട് പൊക്കോട്ടെ. അല്ലാതെ നമ്മൾ കമ്പൽ ചെയ്തുകൊണ്ട് അവർക്കൊരു സംഭവം കൊടുത്ത് അതിലവർ ഫെയിൽ ആവുന്നേക്കാൾ നല്ലത് അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു പാത്ത് തന്നെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉറപ്പാക്കുക കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഗ്രേഡ് കാര്യങ്ങൾ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് അല്ലേ. ഇത് എത്രത്തോളം നമുക്കറിയാം. ഒരു വർഷം കൂടുതൽ, ഒരു വർഷമൊന്നും ചോദിക്കില്ല ആൾക്കാർ, ജസ്റ്റ് ആ റിസൾട്ട് വരുന്ന സമയത്ത് ചോദിക്കുമായിരിക്കും. അതിലപ്പുറം ഇതിന് വലിയ പ്രസക്തി ഇല്ല. നിങ്ങൾ ഭയങ്കരമായിട്ട് ഗോള് നേടാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഇന്ന പൊസിഷൻ വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം വേണമെന്ന് വിചാരിച്ച് പഠിക്കുന്നവർ അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ മാതാപിതാക്കൾ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൂളായി റിലാക്സ് ആക്കി കുട്ടികളെ പരീക്ഷ എഴുതാനായിട്ട് വിടുക. കുട്ടികളും ഇതൊന്ന് ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എക്സാം എഴുതാനൊക്കെ ആയിട്ട് പോവുക. ആ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം നന്നായി കുറയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും എക്സാം ഹോളിൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ തന്നെ ദിസ് ഇസ് ജോഷുവാണ് സൈനിങ് ഓഫ്.